പുതിയൊരു ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പലിശ എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പലിശ എന്ന ടോപ്പിക്കിൽ നിന്നുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ സാധാരണ പലിശ നമ്മൾ നല്ല രീതിയിൽ പഠിച്ചു അല്ലേ. സാധാരണ പലിശയിൽ നിന്നും ഏകദേശം 13 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് പഠിച്ചിട്ടുണ്ട്. 13 മോഡൽസ് നല്ല വൃത്തിയായിട്ട് നമ്മൾ ചെയ്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സാധാരണ പലിശ എന്ന് പറയുന്നത് എന്തായിരുന്നു? സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലേ. സിമ്പിൾ ഇൻട്രസ്റ്റ്, അതിനെയാണ് നമ്മൾ സാധാരണ പലിശ എന്ന് പറയുന്നത്. സാധാരണ പലിശയുടെ ഇക്വേഷൻ എന്തായിരുന്നു? PNR ഡിവൈഡ് ബൈ 100 എന്നുള്ളത്. PNR ഡിവൈഡ് ബൈ 100 എന്നുള്ളത്. അപ്പോൾ അടുത്ത നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കൂട്ടുപലിശയാണ്. കൂട്ടുപലിശ. അപ്പോൾ എന്താണ് കൂട്ടുപലിശ എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനിഷൻ മാതിരി എന്താണ് കൂട്ടുപലിശ എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതിനുവേണ്ടി നമ്മൾ ഒന്നും കൂടെ ബാക്കിലേക്ക് പോകുന്നു. സാധാരണ പലിശ എന്താണെന്നൊന്ന് വ്യക്തമായിട്ട് നോക്കിയതിന് ശേഷം നമുക്ക് കൂട്ടുപലിശയിലേക്ക് വരാം. എന്താണ് സാധാരണ പലിശ എന്നൊന്നും കൂടി നോക്കാം. ഞാൻ ഒരു 10,000 രൂപ, സാധാരണ പലിശയെക്കുറിച്ചാണ് പറയുന്നത്. സാധാരണ പലിശ രീതിയിൽ ഒരു 10,000 രൂപ ഒരു ബാങ്കിൽ നിക്ഷേപിച്ചപ്പോൾ അവിടുത്തെ പലിശ നിരക്ക് 10% പലിശ നിരക്കാണ് ഉണ്ടായിരുന്നത്. സാധാരണ പലിശ നിരക്ക് അല്ലെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തത്. സാധാരണ പലിശ കിട്ടുന്ന ഒരു ബാങ്കിൽ 10,000 രൂപ 10% പലിശ നിരക്കിൽ ഞാനൊരു 3 വർഷത്തേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? നിക്ഷേപിക്കുന്നു. 3 വർഷത്തേക്ക് ഞാൻ എന്ത് ചെയ്തു? പൈസ നിക്ഷേപിച്ചു. ഇത്രയും കാര്യം പറഞ്ഞാൽ മനസ്സിലായല്ലോ. 10,000 രൂപ ഞാൻ 10% പലിശ നിരക്കിലുള്ള ഒരു ബാങ്കിലേക്ക്, ഒരു സാധാരണ പലിശ നിരക്കിൽ കിട്ടുന്ന അല്ലെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്നുള്ള രീതിയിൽ 3 വർഷത്തേക്ക് ഞാൻ ബാങ്കിലേക്ക് നിക്ഷേപിക്കുകയാണെങ്കിൽ എനിക്ക് എങ്ങനെയാണ് പലിശ കിട്ടുന്നതെന്ന് മനസ്സിലാക്കുക. എങ്ങനെയാണ് എനിക്ക് പലിശ കിട്ടുന്നത് നോക്കാം. 10,000 രൂപയുടെ 10% നമുക്ക് പലിശ കിട്ടുന്നത്. ഓരോ വർഷവും 10,000 രൂപയുടെ 10%. അപ്പോൾ ആദ്യം 3 വർഷത്തേക്കാണ് ഞാനിത് ഇൻവെസ്റ്റ് ചെയ്തത്. എനിക്ക് എന്ത് ചെയ്യും? ആദ്യ വർഷം 10,000 രൂപയുടെ 10% പലിശ നിരക്ക് അല്ലേ. പലിശ നിരക്കിന് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും? 10,000ൻ്റെ 10% ആദ്യം നമുക്ക് കിട്ടും അല്ലേ. 10,000ൻ്റെ 10% എന്ന് വെച്ചാൽ 1,000 രൂപ. അപ്പം 10,000 രൂപ നമ്മൾ നിക്ഷേപിച്ച് കഴിഞ്ഞപ്പോൾ ആദ്യ മാസം എനിക്ക് 1,000 രൂപ എന്ത് കിട്ടി? പലിശ കിട്ടി. 1,000 രൂപ എന്ത് കിട്ടി? എനിക്ക് പലിശ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ 10,000 രൂപ ഞാൻ നിക്ഷേപിച്ചു. ആദ്യ വർഷം എനിക്ക് 1,000 രൂപ പലിശ കിട്ടിയെങ്കിൽ ആ വർഷം കഴിയുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ എത്ര രൂപയാകും? 10,000 പ്ലസ് 1,000 അല്ലേ. 10,000 എൻ്റെ മുടക്കുമുതൽ, ഞാൻ നിക്ഷേപിച്ച തുക 10,000 രൂപയും ഒരു വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ പലിശ എത്രയാ? 1,000 രൂപ. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ എത്ര രൂപയായി? 11,000 രൂപയായി. ഓക്കെ ആണോ? ഇത്രയും പറഞ്ഞ് മനസ്സിലായോ? ഇനി അടുത്ത ഒരു വർഷവും കൂടെ കഴിഞ്ഞപ്പോൾ, മൊത്തം 3 വർഷത്തേക്കാണ് ഞാൻ നിക്ഷേപിച്ചത്. അടുത്ത വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ 10,000ൻ്റെ 10% എനിക്ക് എന്ത് കിട്ടും? അടുത്ത വർഷവും പലിശ കിട്ടും. 10,000ൻ്റെ 10 വർഷം വീണ്ടും എന്ത് കിട്ടും? എനിക്ക് പലിശ കിട്ടും. 10,000ൻ്റെ 10%. കാരണം ഞാൻ സാധാരണ പലിശ നിരക്കിലാണ് ഞാൻ അവിടെ ഇൻവെസ്റ്റ് ചെയ്തത്. സാധാരണ പലിശ നിരക്കിൽ ഇൻവെസ്റ്റ് ചെയ്താൽ എല്ലാ വർഷവും എനിക്ക് ഞാൻ നിക്ഷേപിക്കുന്ന തുകയുടെ, ഞാൻ എത്ര രൂപയാണോ നിക്ഷേപിക്കുന്നത് ആ നിക്ഷേപിക്കുന്ന തുകയുടെ 10% എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ രണ്ടാം വർഷവും എനിക്ക് എന്ത് ചെയ്യും? ഈ 10,000ൻ്റെ 10% എനിക്ക് പലിശയായിട്ട് കിട്ടും. 10,000ൻ്റെ 10% എന്ന് വെച്ച് കഴിഞ്ഞാൽ 1,000 രൂപ രണ്ടാമത്തെ വർഷവും എനിക്ക് എന്ത് കിട്ടും? പലിശയായിട്ട് കിട്ടും. രണ്ടാമത്തെ വർഷം എനിക്ക് 1,000 രൂപ കിട്ടിയപ്പോൾ നോക്കിയേ, ആദ്യത്തെ വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ 11,000 രൂപയായി. വീണ്ടും രണ്ടാമത്തെ വർഷം എനിക്ക് എന്ത് കിട്ടി? 1,000 രൂപയും കൂടെ പലിശ കിട്ടിയപ്പോൾ ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ എത്ര രൂപയായി? 12,000 രൂപയായി. ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ 12,000 രൂപയായി. ഓക്കെ ആണോ? ഇനി മൂന്നാമത്തെ വർഷം കഴിയുമ്പോൾ, മൂന്നാമത്തെ വർഷവും ആ വർഷത്തെ പലിശ 10,000 രൂപയുടെ പലിശയായിരിക്കും എനിക്ക് കിട്ടുന്നത്. 10,000 രൂപയുടെ 10% എനിക്ക് എന്ത് കിട്ടും? പലിശയായിട്ട് കിട്ടുമെന്ന് വെച്ചാൽ 1,000 രൂപയും കൂടെ എനിക്ക് എന്ത് കിട്ടും? പലിശ കിട്ടും. അപ്പം 12,000 രൂപയാണ് ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിലുള്ളത്. ആ വർഷത്തെ പലിശയും കൂടെ കൂട്ടുമ്പോൾ എനിക്ക് മൊത്തം എത്രയായി? 13,000 രൂപ എന്ത് കിട്ടി? മൊത്തം അക്കൗണ്ടിലായി 13,000 രൂപയാണ് എൻ്റെ അക്കൗണ്ടിൽ എനിക്ക് വീണത്.
മനസ്സിലായോ? എന്ന് വെച്ചാൽ 10,000 രൂപ ഞാൻ നിക്ഷേപിച്ചാൽ ഓരോ വർഷവും ഈ 10,000 രൂപയുടെ നമ്മൾ നിക്ഷേപിച്ച ആ തുകയുടെ എത്ര രൂപയാണോ നമ്മൾ നിക്ഷേപിക്കുന്നത്, ആദ്യ ഘട്ടത്തിൽ നമ്മൾ എത്ര രൂപയാണോ നിക്ഷേപിക്കുന്നത്, ആ നിക്ഷേപിക്കുന്നതിൻ്റെ 10% വീതമായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? സാധാരണ പലിശ കിട്ടുന്നത്. സാധാരണ പലിശ കിട്ടുന്നത് ശ്രദ്ധിച്ചു വെച്ചേക്കുക. സാധാരണ പലിശ എന്ന് പറയുന്നത് ഞാൻ എത്ര രൂപയാണോ നിക്ഷേപിക്കുന്നത്, ആ നിക്ഷേപിക്കുന്നതിൻ്റെ എത്ര ശതമാനം, ആ ബാങ്കിൽ എത്ര ശതമാനമാണോ പലിശ നിരക്ക്, ആ പലിശ നിരക്ക് മാത്രമേ എനിക്ക് എന്ത് കിട്ടത്തുള്ളൂ. നോക്കിയേ, ഒന്നാമത്തെ വർഷവും എനിക്ക് 10,000-ൻ്റെ 10% 1,000 രൂപയെ കിട്ടിയുള്ളൂ. രണ്ടാമത്തെ വർഷവും 10,000-ൻ്റെ 10% കിട്ടിയത്. മൂന്നാമത്തെ വർഷവും എന്ത് ചെയ്തു? 10,000-ൻ്റെ 10% കിട്ടുന്നത്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് 3 വർഷം കൊണ്ട് എത്ര രൂപ കിട്ടി? 3 വർഷം കൊണ്ട് 3,000 രൂപ കിട്ടി. 3 വർഷം കൊണ്ട് 3,000 രൂപ. അപ്പോൾ എന്താണ് സാധാരണ പലിശ എന്ന് മനസ്സിലായല്ലോ. സാധാരണ പലിശ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര രൂപയാണോ നിക്ഷേപിക്കുന്നതിന്, ആ നിക്ഷേപിക്കുന്നതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വെച്ചാണ് വർഷം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ എല്ലാ വർഷവും നമുക്ക് കിട്ടുന്ന പലിശ എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ ആണോ? ഇതാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ സാധാരണ പലിശ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ. ഇനി എന്താണ് കൂട്ടുപലിശ എന്ന് മനസ്സിലാക്കിയോ. കൂട്ടുപലിശ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 10,000 രൂപ, നേരത്തെ പറഞ്ഞ പോലെ 10,000 രൂപ ഞാനൊരു ബാങ്കിൽ നിക്ഷേപിക്കുന്നു. എത്ര ശതമാനം നിരക്കിൽ? 10% നിരക്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ബാങ്കിൽ പൈസ നിക്ഷേപിച്ചു 10% നിരക്കിൽ. എത്ര വർഷത്തേക്ക്? 3 വർഷത്തേക്കാണ് ഞാൻ നിക്ഷേപിച്ചത്. 3 വർഷത്തേക്ക്. ഓക്കെ ആണോ? 10,000 രൂപ 10% നിരക്കിൽ 3 വർഷത്തേക്ക് കൂട്ടുപലിശയായിട്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ നിക്ഷേപിക്കുന്നതെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എങ്ങനെയായിരിക്കുമെന്നൊന്ന് നോക്കാം. നോക്കിക്കോ. ഞാൻ ആദ്യ വർഷം 10,000 രൂപ നിക്ഷേപിച്ചു. ആ ഒരു വർഷം കഴിയുമ്പോൾ ആദ്യത്തെ വർഷം കഴിയുമ്പോൾ എനിക്ക് എത്ര രൂപ പലിശ കിട്ടും? നോക്കിയേ, 10,000-ൻ്റെ 10% അല്ലേ? 10,000-ൻ്റെ 10% എനിക്ക് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും. ആദ്യ വർഷം, ഒന്നാമത്തെ വർഷത്തിൽ അല്ലേ? എത്ര ആയിരിക്കും? 1,000 രൂപ. നമുക്കറിയാം 1,000 രൂപയായിരിക്കും എനിക്ക് എന്ത് കിട്ടുന്നത്? പലിശ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യ വർഷം കഴിയുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ എത്ര രൂപയായി? ആദ്യം ഞാൻ 10,000 രൂപ ഇട്ടു. ഇപ്പോൾ എന്ത് ചെയ്തു? 1,000 രൂപ പലിശയും കൂടെ ആയി. എൻ്റെ അക്കൗണ്ടിൽ 11,000 രൂപയായി. എൻ്റെ അക്കൗണ്ടിൽ എത്ര രൂപയായി? 11,000 രൂപയായി. ഓക്കെ ആണല്ലോ. ഇനി രണ്ടാമത്തെ വർഷം എടുക്കുമ്പോൾ, രണ്ടാമത്തെ വർഷം ഇത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. കൂട്ടുപലിശയ്ക്കകത്ത് ഈ രണ്ടാമത്തെ വർഷം എൻ്റെ അക്കൗണ്ടിലുള്ള അല്ലെങ്കിൽ ഞാൻ മുടക്കും മുതലായിട്ട് എനിക്ക് എടുക്കുന്നത് എത്ര രൂപയാ? ഈ പലിശ കൂടി വന്ന രൂപയാണ്. എന്ന് വെച്ചാൽ 11,000 രൂപയാണ് രണ്ടാമത്തെ വർഷം എൻ്റെ മുടക്കു മുതലായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതാണ് കൂട്ടുപലിശയുടെ പ്രത്യേകത. മനസ്സിലായോ? ആദ്യ വർഷം നമ്മൾ എത്ര രൂപയാ? 10,000 രൂപയാണ് ഇട്ടത്. ആ 10,000-ൻ്റെ 10% ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പലിശ കിട്ടും. രണ്ടാമത്തെ വർഷത്തെ മുടക്കു മുതലായിട്ട് അവരെടുക്കുന്നത് എന്താ? ഈ പലിശയും കൂടെ കൂട്ടിയുള്ള പൈസയായിരിക്കും. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ വർഷം എൻ്റെ മുടക്കു മുതൽ എന്ന് പറയുന്നത് എത്രയായിട്ടാ? 11,000 രൂപയായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. മനസ്സിലായോ പറഞ്ഞത്? ഇതാണ് കൂട്ടുപലിശ. സാധാരണ പലിശയ്ക്കകത്ത് നോക്കിയേ, എല്ലാ വർഷവും 10,000 രൂപ എത്രയാണോ നമ്മൾ നിക്ഷേപിക്കുന്നത് അതാണ് നമ്മുടെ മുടക്കു മുതലായിട്ട് അവർ കൺസിഡർ ചെയ്തിട്ട് ഓരോ വർഷവും അതിൻ്റെ 10% തന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കൂട്ടുപലിശയ്ക്കകത്തിൽ എന്താ ചെയ്യുന്നത്? കൂട്ടുപലിശയിൽ ഓരോ വർഷവും കിട്ടുന്ന പലിശ കൂടി നമ്മുടെ എന്തിനകത്ത്? ഈ മുടക്കുമുതലിനകത്ത് അല്ലെങ്കിൽ മുതലിനകത്ത് കൂട്ടും. കണ്ടോ? അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ വർഷം എൻ്റെ മുടക്കുമുതൽ എന്ന് പറയുന്ന 11,000 രൂപയാണ്. അതിൻ്റെ 10% പലിശ കിട്ടുന്നത്. അതിൻ്റെ 10% എന്ന് പറയുന്നത് എനിക്ക് എത്ര കിട്ടും? നോക്കിയേ, അതിൻ്റെ 10% 1,100 രൂപ രണ്ടാമത്തെ വർഷം എനിക്ക് പലിശയായിട്ട് കിട്ടി. കണ്ടോ? ഓരോ വർഷം കൂടുന്തോറും പലിശ നമുക്ക് അധികമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ രണ്ടാമത്തെ വർഷം എനിക്ക് 11,000 രണ്ടാമത്തെ വർഷം എനിക്ക് 1,100 രൂപയാണ് എന്ത് കിട്ടിയത്? പലിശ കിട്ടിയത്. രണ്ടാമത്തെ വർഷം 1,100 രൂപ. എത്ര വർഷത്തേക്കാണ് നമ്മൾ ഇട്ടേക്കുന്നത്? 3 വർഷത്തേക്ക് അല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ രണ്ടാമത്തെ വർഷം തീർന്നപ്പോൾ എനിക്ക് 1,100 രൂപയും കൂടി എന്ത് കിട്ടി? പലിശ കിട്ടി. കണ്ടോ? ഇപ്പോൾ എത്രയായി മൊത്തത്തിൽ ടോട്ടൽ? 12,100 രൂപ. 12,100 രൂപയാണ് ഇപ്പോൾ എന്ത് ചെയ്തത്? എൻ്റെ മൊത്തത്തിൽ അക്കൗണ്ടിലുള്ളത്. ഇനി മൂന്നാമത്തെ വർഷം അല്ലേ? മൊത്തം 3 വർഷത്തേക്കല്ലേ? ഇനി മൂന്നാമത്തെ വർഷം എൻ്റെ അക്കൗണ്ടിലെ എൻ്റെ മുടക്ക് മുതൽ എന്ന് പറയുന്നത് എത്ര രൂപയായിരിക്കും? ഈ 12,100 രൂപയായിരിക്കും അല്ലേ? 12,100 രൂപയായിരിക്കും എൻ്റെ മൂന്നാമത്തെ വർഷത്തെ മുടക്ക് മുതൽ. കണ്ടോ? ആ വർഷവും 10% പലിശ നിരക്കിൽ. കണ്ടോ? 0 എനിക്ക് എത്ര കിട്ടി?
1210 രൂപ. 1210 രൂപയായിരിക്കും എനിക്ക് മൂന്നാമത്തെ വർഷം കിട്ടുന്ന പലിശ. 1210 രൂപ. ദേ നോക്കിയേ, 1210 രൂപയും കൂടെ കൂട്ടിയാൽ എനിക്ക് 3 വർഷം കഴിയുമ്പോൾ ബാങ്കിൽ നിന്നും എത്ര രൂപ കിട്ടും? 13,310 രൂപ. എനിക്ക് 3 വർഷം കഴിയുമ്പോൾ ബാങ്കിൽ നിന്നും എത്ര രൂപ കിട്ടും? 13,310 രൂപ കിട്ടും. കാരണം 3 വർഷത്തെ പലിശ. ഇത് 1-ാമത്തെ വർഷത്തെ പലിശ, ഇത് 2-ാമത്തെ വർഷത്തെ പലിശ, ഇത് 3-ാമത്തെ വർഷത്തെ പലിശ. മൂന്നും കൂടെ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് എത്ര കിട്ടും? ദേ നോക്കിയേ, 3,310. ഞാൻ 10,000 രൂപ നിക്ഷേപിച്ചപ്പോൾ എനിക്ക് 3 വർഷം കൂടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ കൂട്ടുപലിശ രീതിയിൽ എത്ര രൂപ കിട്ടി? 3,310 രൂപ. മനസ്സിലായോ? അപ്പോൾ എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ ഓരോ വർഷവും നമുക്ക് കിട്ടുന്ന പലിശ കൂടി നമ്മുടെ മുതലിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് അടുത്ത വർഷത്തെ മുതലെന്ന് പറയുന്നത് ആ പലിശ കൂടി ആഡ് ചെയ്ത് വരുന്ന കണക്കായിരിക്കും. ഇതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ പ്രത്യേകത. ഓക്കെ ആണോ? അപ്പോൾ എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ്, എന്താണ് കോമ്പൗണ്ട് കൂട്ടുപലിശ എന്നുള്ള രീതി മനസ്സിലായല്ലോ. ഇനി ഇതനുസരിച്ചുള്ള കണക്കുകൾ അങ്ങോട്ട് ചെയ്യുക. ഓക്കെ ആണോ? അപ്പോൾ ഇതിനകത്ത് വ്യക്തമായിട്ടൊരു ക്ലാരിഫിക്കേഷൻ വേണം. എന്താണ് കോമ്പൗണ്ട്, എന്താണ് കൂട്ടുപലിശ എന്നുള്ളത്. അതിനനുസരിച്ചുള്ള ആദ്യത്തെ കണക്ക് നമുക്ക് നോക്കാം. മോഡൽ 1 എന്താ പറഞ്ഞത്? 10,000 രൂപയ്ക്ക് 10% പലിശ നിരക്കിൽ 2 വർഷത്തെ കൂട്ടുപലിശ എന്ത്? 2 വർഷത്തെ കൂട്ടുപലിശ എന്ത്? നമുക്കറിയാം. എന്താ? ആദ്യം 10,000 രൂപ നമ്മൾ ബാങ്കിൽ നിക്ഷേപിക്കുന്നു. 10,000 രൂപ എന്ത് ചെയ്തു? ബാങ്കിൽ നിക്ഷേപിച്ചു. എത്ര ശതമാനം? 10% നിരക്കിൽ. അങ്ങനെയാണെങ്കിൽ ആദ്യ വർഷം നമുക്ക് എത്ര രൂപ പലിശ കിട്ടും? ദേ നോക്കിയേ, ആദ്യ വർഷം നമുക്ക് കിട്ടുന്ന പലിശ എത്ര രൂപയാണ്? ആദ്യ വർഷത്തെ നമ്മുടെ മുടക്കുമുതൽ എന്ന് പറയുന്നത് എത്രയാണ്? 10,000 രൂപയാണ്. 10,000 രൂപയുടെ 10% ആദ്യ വർഷത്തെ എന്തെന്ന് പറയുന്നത്? നമ്മുടെ പലിശ എന്ന് പറയുന്നത് എത്രയാ? 1,000 രൂപ. അപ്പോൾ ആദ്യ വർഷം നമുക്ക് എത്ര കിട്ടി? 1,000 രൂപ പലിശ കിട്ടി. ആദ്യ വർഷം 1,000 രൂപ പലിശ കിട്ടി അല്ലേ? രണ്ടാമത്തെ വർഷം, 2 വർഷത്തെയാണ് പറയുന്നത്. രണ്ടാമത്തെ വർഷം തുടക്കം നമ്മുടെ ബാങ്കിൽ എത്ര രൂപ കാണും? നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ 10,000 രൂപ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യ വർഷത്തെ പലിശ എത്ര രൂപ കിട്ടി? 1,000 രൂപ കിട്ടി. ഇപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ 11,000 രൂപയുണ്ട് അല്ലേ? രണ്ടാമത്തെ വർഷത്തെ കൂട്ടുപലിശയാണ് കാണുന്നത് അല്ലേ? കൂട്ടുപലിശ കാണുമ്പോൾ എന്ത് ചെയ്യും? രണ്ടാമത്തെ വർഷം ഇതായിരിക്കും നമ്മുടെ മുടക്കുമുതൽ എന്ന് പറയുന്നത് 11,000 രൂപ. 11,000 രൂപയുടെ എത്ര ശതമാനം? 10%. 11,000 രൂപയുടെ 10% എന്ന് പറയുന്നത് എത്ര രൂപ കിട്ടും നമുക്ക്? 1,100 രൂപ കിട്ടി. 1,100 രൂപ. ഇതാണ് രണ്ടാമത്തെ വർഷത്തെ നമ്മുടെ പലിശ എന്ന് പറയുന്നത്. രണ്ടാമത്തെ വർഷത്തെ പലിശ. മനസ്സിലായോ? അപ്പോൾ ആദ്യ വർഷത്തെ പലിശ 1,000 രൂപ, രണ്ടാമത്തെ വർഷത്തെ പലിശ 11,000 രൂപ. മനസ്സിലായോ? 2 വർഷത്തെ അല്ലേ ചോദിച്ചിരിക്കുന്നത്? 2 വർഷത്തെ കൂട്ടുപലിശ എന്ത്? പലിശ മാത്രം കണ്ടുപിടിച്ചാൽ മതി. പലിശ മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഇതാണ് എനിക്ക് 1-ാമത്തെ വർഷം കിട്ടിയ പലിശ, ഇത് 2-ാമത്തെ വർഷം കിട്ടിയ പലിശ. അങ്ങനെ 2 വർഷവും കൂടെ എനിക്ക് ടോട്ടൽ എത്ര രൂപ പലിശ കിട്ടി? ഇതേ നോക്കി, ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കിയേ. പലിശ തമ്മിൽ 0,0,1,2. 2,100 രൂപ എനിക്ക് എന്ത് കിട്ടി? 2 വർഷവും കൂടെ പലിശ കിട്ടി. 2,100 രൂപ 2 വർഷവും കൂടെ എനിക്ക് എന്ത് കിട്ടി? പലിശ കിട്ടി. മനസ്സിലായോ? നമുക്ക് 2 വർഷത്തെ കൂട്ട് പലിശ കണ്ടുപിടിച്ചാൽ മതി. പലിശ ആയതുകൊണ്ടാണ് 2,100 രൂപ നമ്മുടെ 2 വർഷത്തെ പലിശ. 2 വർഷത്തെ നമ്മുടെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ നമ്മൾ നിക്ഷേപിക്കുന്ന തുക മൊത്തത്തിൽ എത്ര രൂപയാകുമെന്ന് ചോദിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ആദ്യം നമ്മൾ നിക്ഷേപിച്ച 10,000 രൂപ പ്ലസ് അതിൻ്റെ കൂടെ എന്ത് ചെയ്യും? ഈ പലിശയും കൂടെ കൂട്ടിയേനെ, 2,100 കൂടെ കൂട്ടിയേനെ. അങ്ങനെയാണെങ്കിൽ 12,100 രൂപ. 12,100 രൂപ നമ്മുടെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചേനെ അല്ലേ? ലഭിക്കുന്ന കാര്യം ചോദിച്ചായിരുന്നെങ്കിൽ അങ്ങനെ എഴുതിയേനെ. നമ്മൾ ഇവിടെ എന്ത്? പലിശ മാത്രം ചോദിച്ചോളൂ. അതുകൊണ്ട് നമ്മൾ പലിശ മാത്രം കണ്ടു 2,100. മനസ്സിലായോ? ചെയ്യുന്ന രീതി മനസ്സിലായോ? ഓക്കെ ആണോ പറഞ്ഞത്? ഓക്കെ. ഇനി ഇതിൻ്റെ മറ്റൊരു രീതി, ഈ രീതി മനസ്സിലായല്ലോ. എന്താ? ഓരോ വർഷത്തെയും പലിശ കാണുമോ? ഓരോ വർഷത്തെ പലിശ കാണുമ്പോഴും അത് നമ്മുടെ മുതലിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് വേണം തൊട്ട് അടുത്ത വർഷത്തെ പലിശ കാണാം. ഓക്കെ ആണോ? ഇനി ഇതേ വേറൊരു വഴിയും കൂടെ പറഞ്ഞു തരാം. രണ്ടാമത്തെ രീതിയും കൂടെ പറഞ്ഞു തരാം. ദേ നോക്കിക്കോ, ഇവിടെ എത്ര രൂപയാണ് പലിശ എന്ന് പറയുന്നത്? 10% പലിശയാണ് അല്ലേ? 10% പലിശ. നമ്മുടെ മുടക്കുമുതൽ എന്ന് പറയുന്നത് 10,000 രൂപയാണ്. 10,000 രൂപ മുടക്കുമുതലും 10% പലിശയും. എന്ത് ചെയ്യണം? മറ്റൊരു രീതി നോക്കിക്കോ. ഇവിടുത്തെ എമൗണ്ട് എന്ന് പറയുന്നത് 10,000 രൂപയാണ് അല്ലേ? പലിശ 10%. 10% പലിശയാകുമ്പോൾ 10% പലിശയാണ് എന്ന് പറയുന്നത് 2 വർഷത്തേക്കാണ് അല്ലേ? ഇവിടെ 2 വർഷം 10% പലിശ. നമ്മുടെ എമൗണ്ട് എന്ന് വെച്ചാൽ 10,000 രൂപ. എന്ത് ചെയ്യണം? എമൗണ്ടിൻ്റെ 10,000ൻ്റെ
എത്ര ഇവിടെ 10% പലിശ അല്ലേ? 10% ആകുമ്പോൾ 100 ആഡ് ചെയ്യുക. 10% പലിശ. ഇവിടെ പലിശ നിരക്ക് എത്രയാണോ തരുന്നത് അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക? 100 ആഡ് ചെയ്യുക. 100 ആഡ് ചെയ്യുക. എത്ര ശതമാനമാണോ പലിശ നിരക്ക് തരുന്നത് അതിൻ്റെ കൂടെ 100 ആഡ് ചെയ്തിട്ട് 110 ഡിവൈഡ് ബൈ 100 എന്ന് വെച്ചാൽ 10,000ൻ്റെ 110 കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു വർഷത്തെ പലിശ കിട്ടും. ഇവിടെ എത്ര വർഷമാണ് പറഞ്ഞേക്കുന്നത്? 2 വർഷം പറഞ്ഞേക്കുന്നുണ്ട്. 2 തവണ 110 ഡിവൈഡ് ബൈ 100 ഇൻറ്റു ചെയ്യുക. 110 ഡിവൈഡ് ബൈ 100 ഇൻറ്റു ചെയ്യുക. 3 വർഷമാണെങ്കിൽ എത്ര തവണ ഇൻറ്റു ചെയ്യണം? 3 തവണ ഇൻറ്റു ചെയ്യണം. ഓക്കെ, ഇതിന് ശേഷം ഇത് ചെയ്യുക. അതെ, ഇവിടെ 2 0, ഈ 2 0 ക്യാൻസൽ ചെയ്തു. ദേ ഈ 0 ക്യാൻസൽ ചെയ്ത്, ഈ 0യും ഈ 0യും ക്യാൻസൽ ചെയ്ത്. ഓക്കെ, 11 × 11 121. 11 × 11 121. ഈ 2 0 എന്ത് ചെയ്യുക? ഇവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ആൻസർ 12,100 എന്ന് കിട്ടി. 12,100 എന്ന ആൻസർ കിട്ടി. ഓക്കെ ആണോ? ഇതെന്ന് പറയുന്നത് പലിശയല്ല നമുക്ക് കിട്ടുന്ന 12,100 എന്ന് പറയുന്നത് 2 വർഷം കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന കാശാണ് 12,100. 2 വർഷം കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന കാശ്. നമ്മൾ എത്ര രൂപയായിരുന്നു അടച്ചത്? 10,000 രൂപ. അപ്പോൾ 12,100 രൂപ നമുക്ക് എന്ത് കിട്ടി? 2 വർഷം കഴിയുമ്പോൾ കിട്ടി. നമ്മൾ എത്ര രൂപയായിരുന്നു അടച്ചത്? 10,000 രൂപ അല്ലേ? എത്ര രൂപ ലാഭം കിട്ടി? 2,100 രൂപ. ഈ 2,100 രൂപ എന്തായിട്ടാണ് നമുക്ക് കിട്ടുന്നത്? പലിശ എന്നുള്ള രീതിയില്ല, 10,000 രൂപയുടെ പലിശയായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം 10,000ൻ്റെ ഇവിടെ 10% കൊടുത്തേക്കുന്നതുകൊണ്ട് പ്ലസ് 100 ചെയ്യുക. അപ്പം 110 ഡിവൈഡ് ബൈ 100. 110 ഡിവൈഡ് ബൈ 100 എത്ര വർഷം? 2 വർഷമായതുകൊണ്ട് 2 തവണ ഗുണിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആ ബാങ്കിൽ നിന്ന് 10,000 രൂപ 10% പലിശ നിരക്കിൽ 2 വർഷത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 12,100 രൂപ കിട്ടുമെന്ന് മനസ്സിലായി. ഈ 12,100 രൂപയിൽ നിന്നും നമ്മളിട്ട 10,000 രൂപ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2,100 കിട്ടും. ആ 2,100 ആണ് നമ്മുടെ എന്ത്? പലിശ. ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ നോക്കിക്കോ. 30,000 രൂപയ്ക്ക് 10% പലിശ നിരക്കിൽ 2 വർഷത്തെ കൂട്ടുപലിശ എന്ത്? 2 രീതിയിൽ നമുക്ക് ചെയ്തു നോക്കാം. നമ്മളിപ്പം പഠിച്ച 2 രീതിയും ചെയ്തു നോക്കാം. ദേ നോക്കിയേ, 30,000 രൂപയാണ് നമ്മുടെ എമൗണ്ട് എന്ന് പറയുന്നത്. എത്ര ശതമാനം പലിശ നിരക്ക്? 10% പലിശ നിരക്ക് അല്ലേ? എത്ര വർഷം? 2 വർഷം. 10% പലിശ നിരക്കിൽ 2 വർഷം. ഓക്കെ, നമുക്ക് ചെയ്തു തുടങ്ങാം. ദേ ആദ്യ വർഷം, ഒന്നാമത്തെ വർഷം നമ്മൾ എന്ത് ചെയ്തു? 30,000 രൂപയുടെ 10% നമുക്ക് പലിശ കിട്ടും. 30,000 രൂപയുടെ 10% നമുക്ക് എന്ത് കിട്ടും? പലിശ കിട്ടും. 30,000 രൂപയുടെ 10% എന്ന് വെച്ചാൽ എത്ര രൂപയാണ് നോക്കിയേ? 0 ക്യാൻസൽ ചെയ്ത് അല്ലേ? 300 × 10 3,000 രൂപ. അപ്പം ഫസ്റ്റ് വർഷം നമുക്ക് എത്ര രൂപ പലിശ കിട്ടി? 3,000 രൂപ പലിശ കിട്ടി. ഫസ്റ്റ് വർഷം 3,000 രൂപ പലിശ കിട്ടി അല്ലേ? രണ്ടാമത്തെ വർഷം, 2 വർഷത്തേക്കാണ് നമ്മൾ ഇട്ടേക്കുന്നത് അല്ലേ? രണ്ടാമത്തെ വർഷത്തെ നമ്മുടെ മുടക്കുമുതൽ എന്ന് പറയുന്നത് എത്രയാണ്? 30,000ൻ്റെ കൂടെ എന്ത് കൂട്ടും? ഈ 3,000 കൂടെ കൂട്ടും. 30,000ൻ്റെ കൂടെ എന്ത് ചെയ്യും? ഈ 3,000 കൂടെ കൂട്ടുന്നതാണ് നമ്മുടെ രണ്ടാമത്തെ വർഷത്തെ മുടക്കുമുതൽ എന്ന് പറയുന്നത്. അത് എത്രയാ? 33,000 രൂപ. 33,000 രൂപ. ഇനി ഈ 33,000 രൂപയുടെ 10% രണ്ടാമത്തെ വർഷം നമുക്ക് എന്ത് കിട്ടും? പലിശ കിട്ടും അല്ലേ? എത്ര രൂപയായിരിക്കും? ഇതേ നോക്കിയേ, 3,300 രൂപ രണ്ടാമത്തെ വർഷം നമുക്ക് എന്ത് കിട്ടി? പലിശ കിട്ടി. 3,300 രൂപ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതേ നോക്കിയേ, 2 വർഷത്തെ കൂട്ട് പലിശ എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. പലിശ കാണാൻ എന്ത് ചെയ്യും? ഇത് ഒന്നാമത്തെ വർഷം കിട്ടിയ പലിശ 3,000, രണ്ടാമത്തെ വർഷം കിട്ടിയ പലിശ 3,300. ഈ 2 പലിശയും കൂടെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. എത്ര കിട്ടും? 6,300 രൂപ. 6,300 രൂപയാണ് നമ്മുടെ 2 വർഷത്തെ പലിശ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? മനസ്സിലായോ? ഇനി നമ്മൾ മറ്റേ രീതി, രണ്ടാമത് പഠിച്ച രീതി ചെയ്യുവാണെങ്കിലോ, ഇത് നമ്മുടെ മൊത്തം മുടക്കുമുതൽ എന്ന് പറയുന്നത് 30,000 രൂപയാണ് അല്ലേ? മുടക്കുമുതൽ 30,000 രൂപ ഇൻറ്റു ഇവിടെ 10% പലിശ നിരക്ക്. അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? പലിശ നിരക്കിൻ്റെ കൂടെ 100 കൂട്ടുക. 110. 110 ഡിവൈഡ് ബൈ 100. 2 വർഷമാകുമ്പോൾ 2 തവണ എന്ത് ചെയ്യുക? 110 ഡിവൈഡ് ബൈ 100 ഗുണിക്കുക. 0 ക്യാൻസൽ ചെയ്തു. ഈ 0യും കൂടെ ക്യാൻസൽ ചെയ്തു അല്ലേ? 11 × 11 എത്ര? 121 0 2 ഇൻറ്റു 3 അല്ലേ? ഗുണിക്കുമ്പോൾ 110 × 110 12,100 ഇൻറ്റു 3 എത്ര കിട്ടും നമുക്ക്? 36,300 എന്ന് ആൻസർ കിട്ടും. 36,300. അപ്പോൾ 2 വർഷം കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുന്ന കാശാണ് 36,300 രൂപ. നമ്മൾ എത്ര രൂപയായിരുന്നു ഇട്ടിരുന്നത്? നമ്മൾ 30,000 രൂപയാണ് ഇട്ടത് അല്ലേ? 30,000 രൂപ ഇട്ടപ്പോൾ 36,300 രൂപ നമുക്ക് ലഭിച്ചെങ്കിൽ അവിടുത്തെ പലിശ എത്ര കാണാൻ എന്ത് ചെയ്യണം? 36,300-ൽ നിന്നും 30,000 രൂപ കുറയ്ക്കണം. അപ്പോൾ 6,300 രൂപയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 2 വർഷം കൊണ്ട് പലിശ കിട്ടുന്നത്.
മനസ്സിലായോ? ഈ രണ്ട് രീതിയിൽ ഏതെങ്കിലും ഒരു രീതി നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക, വൃത്തിയായിട്ട് മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 70,000 രൂപയ്ക്ക് 10% പലിശ നിരക്കിൽ 2 വർഷത്തെ കൂട്ടുപലിശ എന്ത്? രണ്ട് രീതിയിലും നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. ആദ്യം ഒന്നാമത്തെ വർഷം നമ്മൾ 70,000 രൂപയുടെ 10% നമുക്ക് എന്ത് കിട്ടും? പലിശ കിട്ടും. എത്ര രൂപയായിരിക്കും അത്? 7,000 രൂപ. അപ്പോൾ ഒന്നാമത്തെ വർഷം നമുക്ക് കിട്ടിയ പലിശ എന്ന് പറയുന്നത് 7,000 രൂപ. രണ്ടാമത്തെ വർഷം നമ്മുടെ മുടക്കുമുതലിൻ്റെ കൂടെ ഈ 7,000 രൂപയും കൂടെ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ വർഷത്തെ മുടക്കുമുതൽ എന്ന് പറയുന്നത് 70,000 പ്ലസ് 7,000 77,000 രൂപയാണ്. രണ്ടാമത്തെ വർഷം നമുക്ക് 77,000 രൂപയുടെ 10% പലിശ കിട്ടുന്നത് അല്ലേ. 0 എത്ര കിട്ടും? 7,700. അങ്ങനെയാണെങ്കിൽ 2 വർഷവും കൂടെ കൂട്ടി നമുക്ക് എത്ര രൂപ പലിശ കിട്ടി? ഒന്നാമത്തെ വർഷം 7,000 രൂപ പലിശ കിട്ടി, രണ്ടാമത്തെ വർഷം 7,700 രൂപ പലിശ കിട്ടി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര രൂപ കിട്ടും നമുക്ക്? 14,700 രൂപ എന്ത് കിട്ടും? 2 വർഷവും കൂടെ നമുക്ക് പലിശ കിട്ടും. ഓക്കെ ആണോ പറഞ്ഞത്? ഓക്കെ. രണ്ടാമത്തെ വഴി ഒന്ന് നോക്കിയേ. രണ്ടാമത്തെ വഴി എന്താ? നമ്മുടെ രണ്ടാമത്തെ വഴി എത്രയാണോ തന്നേക്കുന്നത്? 70,000 അല്ലേ. 70,000ൻ്റെ 10% ആകുമ്പോൾ എന്ത് ചെയ്യണം? 100 കൂട്ടണം. പലിശ നിരക്കിൻ്റെ കൂടെ 100 കൂട്ടണം. 110% ഡിവൈഡ് ബൈ 100. എത്ര വർഷത്തേക്കാണ്? 2 വർഷത്തേക്ക്. അതുകൊണ്ട് 2 തവണ എഴുതി ഗുണിക്കുക. 110 ഡിവൈഡ് ബൈ 100. ഓക്കെ. 0 ക്യാൻസൽ ചെയ്ത്, ഈ 0 ക്യാൻസൽ ചെയ്ത് 110 × 110 എത്ര കിട്ടിയായിരുന്നു? 12,100 കിട്ടി. ഇൻറ്റു 7 അല്ലേ. എത്ര കിട്ടും? 84,700 കിട്ടി. 84,700. ഇതാണ് 2 വർഷം കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ കിട്ടുന്ന കാശാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 84,700 രൂപ. നമ്മൾ എത്ര രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തത്? 70,000 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തത്. നമുക്ക് എത്ര കിട്ടി? 84,700 രൂപ. എത്ര രൂപയാണ് നമുക്ക് അധികം കിട്ടിയത്? അറിയാൻ വേണ്ടി എന്ത് ചെയ്യണം? 84,000-ൽ നിന്നും 70,000 രൂപ കുറയ്ക്കുമ്പോൾ നമുക്ക് 14,700 രൂപ എന്ന് കിട്ടും. ഈ 14,700 രൂപയെന്ന് വെച്ചാൽ നമ്മളെ 70,000 രൂപയ്ക്ക് 2 വർഷം കിട്ടിയ പലിശയാണ്. ഓക്കെ ആണോ? അടുത്ത കണക്ക് ചെയ്ത് നോക്കാം. ഇത് നോക്കി. 20,000 രൂപയ്ക്ക് 20% പലിശ നിരക്കിൽ 2 വർഷത്തെ കൂട്ടുപലിശ എന്ത്? ഓക്കെ. രണ്ട് രീതി ചെയ്ത് നോക്കാം. 20,000 രൂപയ്ക്ക് ഒന്നാമത്തെ വർഷം നമുക്ക് എത്ര രൂപ പലിശ കിട്ടും? 20,000 രൂപയ്ക്ക് 20% പലിശ നിരക്ക് അല്ലേ. 20,000 ഇൻറ്റു 20/100 എത്ര കിട്ടും നമുക്ക്? 4,000 രൂപ ഒന്നാമത്തെ വർഷം പലിശ കിട്ടി. 4,000 രൂപ ഒന്നാമത്തെ വർഷം പലിശ കിട്ടി അല്ലേ. ഈ 4,000 കൂടെ ആഡ് ചെയ്തിട്ടാണ് രണ്ടാമത്തെ വർഷം നമ്മുടെ തുടങ്ങുന്നത് അല്ലേ. എത്ര കിട്ടും? 24,000 രൂപ. 24,000 രൂപയുടെ 20% രണ്ടാമത്തെ വർഷത്തെ പലിശ അല്ലേ. എത്ര രൂപ കിട്ടുമായിരിക്കും? 4,800 രൂപ കിട്ടി. 4,800 രൂപ. അങ്ങനെയാണെങ്കിൽ 2 വർഷത്തേക്കും കൂടെ മൊത്തത്തിൽ എത്ര കിട്ടി? 8,800 രൂപ 2 വർഷവും കൂടെ നമുക്ക് എന്ത് കിട്ടി? പലിശ കിട്ടി. ഓക്കെ ആണോ? ഇനി മറ്റേ രീതിയിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? 20,000 നമ്മുടെ മുടക്കുമുതൽ. അതുകൊണ്ട് 20,000 ഇൻറ്റു ഇവിടെ 20% പലിശ നിരക്കായതുകൊണ്ട് 100 കൂട്ടുമ്പോൾ 120 കിട്ടും. 120/100. 2 വർഷമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? 2 തവണ എഴുതി ഗുണിക്കും. 120/100. ഓക്കെ ആണോ? 0 ക്യാൻസൽ ചെയ്തു. ഈ 0 ക്യാൻസൽ ചെയ്തു. ഈ 2 0 കിട്ടും. 12 × 12 144 ഇൻറ്റു 200. ഓക്കെ. എത്ര കിട്ടും? 2 × 4 8. 2 × 4 8. 1 × 2 2. എത്ര കിട്ടി? 28,800 കിട്ടി. 28,800 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വർഷം കഴിയുമ്പോൾ മൊത്തത്തിൽ നമുക്ക് കിട്ടുന്ന കാശാണ് അല്ലേ. നമ്മൾ എത്ര രൂപയാണ് അടച്ചത്? 20,000 രൂപ. അപ്പോൾ അധികം കിട്ടുന്ന കാശ് കാണാൻ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. എത്ര അധികം കിട്ടുന്നത്? 8,800 രൂപ. ഈ 8,800 രൂപ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ പലിശയായിരിക്കും. ഓക്കെ ആണോ? ക്ലിയർ ആണോ പറഞ്ഞത്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 50,000 രൂപയ്ക്ക് 20% പലിശ നിരക്കിൽ 2 വർഷത്തെ കൂട്ടുപലിശ എന്ത്? 50,000 രൂപയ്ക്ക് 20% പലിശ നിരക്കിൽ 2 വർഷത്തെ കൂട്ടുപലിശ നോക്കാം. ആദ്യ വർഷം ഞാൻ എന്ത് ചെയ്തു? 50,000 രൂപയ്ക്ക് എന്ത് ചെയ്തു? 20% പലിശയാണ് നമുക്ക് ആദ്യ മാസത്തിൽ കിട്ടുന്നത് അല്ലേ. 50,000 രൂപയുടെ 20% പലിശ എത്രയായിരിക്കും? ഇത് നോക്കിയേ. 10,000 രൂപ. 10,000 രൂപ എന്ത് ചെയ്തു? നമുക്ക് ആദ്യ മാസം എത്ര കിട്ടി? 10,000 രൂപ കിട്ടി. ആദ്യ മാസം 10,000 രൂപ കിട്ടി. ഇനി ഈ 10,000 കൂടെ ആഡ് ചെയ്തതാണ് നമ്മുടെ രണ്ടാമത്തെ വർഷത്തെ. ഈ രണ്ടാമത്തെ വർഷത്തെ നമ്മുടെ മുടക്കുമുതൽ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? ഈ 10,000 രൂപയും കൂടെ ആഡ് ചെയ്ത് അങ്ങനെ 60,000 രൂപയാണ്. 60,000 രൂപ. അതിൻ്റെ 20% രണ്ടാമത്തെ വർഷം നമുക്ക് എന്ത് കിട്ടുന്നത്? പലിശ കിട്ടുന്നത്.
എത്രയായിരിക്കും? 12,000 രൂപ അല്ലേ? രണ്ടാമത്തെ വർഷം നമുക്ക് പലിശ എത്ര കിട്ടും? 12,000 രൂപ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ മൊത്തത്തിൽ നമുക്ക് 2 വർഷവും കൂടെ എത്ര രൂപ കിട്ടും? 22,000 രൂപ എന്ത് കിട്ടും? നമുക്ക് പലിശ കിട്ടും 22,000 രൂപ. ഓക്കെ ആണോ പറഞ്ഞത്? ഇനി മറ്റേ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കണം. മറ്റേ രീതിയിൽ രണ്ടാമത് പറഞ്ഞ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 10,000 രൂപയ്ക്ക് 5% പലിശ നിരക്കിൽ 2 വർഷത്തെ കൂട്ടുപലിശ എന്ത്? 10,000 രൂപയ്ക്ക് 5% പലിശ നിരക്കിൽ 2 വർഷത്തെ കൂട്ടുപലിശ എന്ത്? നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം നമ്മൾ പഠിച്ച മോഡലിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഞാൻ രണ്ടാമത് പറഞ്ഞ മോഡൽ കാണിച്ചു തരാം. എന്താ രണ്ടാമത് പറഞ്ഞത്? 10,000 രൂപയാണ് നമ്മളത് അല്ലേ? എത്ര ശതമാനം പലിശ നിരക്ക്? 5%. 5 ആവുമ്പോൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക? 100 കൂട്ടുക. അങ്ങനെയാണെങ്കിൽ 105 ഡിവൈഡ് ബൈ 100. എത്ര വർഷമാണ്? 2 വർഷം അല്ലേ? അതുകൊണ്ട് 105 ഡിവൈഡ് ബൈ 100. ഓക്കെ, 0 ക്യാൻസൽ ചെയ്തു. ഈ 2 0യും ഈ 2 0യും ക്യാൻസൽ ചെയ്തു. 105 × 105 എത്ര കിട്ടും നമുക്ക്? 105 × 105 എത്ര കിട്ടും നമുക്ക്? 11,025 എന്ന് കിട്ടും. 11,025. അപ്പോൾ 2 വർഷം കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആകെ തുക എന്ന് പറയുന്നത് 11,025 രൂപയാണ്. നമ്മൾ എത്ര രൂപയാണ് അവിടെ നിക്ഷേപിച്ചത്? 10,000 രൂപയാണ് നിക്ഷേപിച്ചത് അല്ലേ? 2 വർഷം കഴിയുമ്പോൾ 11,025 രൂപ കിട്ടുമെങ്കിൽ അതിനർത്ഥം നമുക്ക് എത്ര രൂപ അധികം കിട്ടി? എത്ര രൂപയാണ് ബാങ്കിൽ നിന്ന് കിട്ടിയത്? 1,025 രൂപ അധികം കിട്ടി. ഈ 1,025 രൂപ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പലിശയാണ് 1,025 രൂപ. ഓക്കെ ആണോ പറഞ്ഞത്? ഈ മോഡലിലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇത് ഞാൻ ആദ്യത്തെ മോഡലിൽ ചെയ്ത് കാണിക്കാം. 50,000 രൂപയ്ക്ക് 12% പലിശ നിരക്കിൽ 2 വർഷത്തെ കൂട്ടുപലിശ എന്ത്? അല്ലേ? ആദ്യ വർഷം നമ്മൾ എന്ത് ചെയ്തു? 50,000 രൂപ നിക്ഷേപിച്ചു. അപ്പോൾ ആദ്യ മാസം നമുക്ക് 50,000 രൂപയ്ക്ക് 12% പലിശയിൽ എത്ര രൂപ കിട്ടും? നോക്കിയേ, 0 ക്യാൻസൽ ചെയ്ത് 500 × 12 അല്ലേ? 500 × 12 എത്ര കിട്ടും? നമുക്കൊന്ന് ഗുണിച്ച് നോക്കി. 500 × 12 2 10 0 ശിഷ്ടം 1 1 5 1 6 അല്ലേ? എത്ര? 6,000 എന്ന് കിട്ടി. 6,000. രണ്ടാമത്തെ വർഷം നമ്മുടെ ഈ 6,000 രൂപയും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ രണ്ടാമത്തെ വർഷത്തെ മുതൽ എന്ന് പറയുന്നത് അല്ലേ? 56,000 രൂപ. രണ്ടാമത്തെ വർഷം നമുക്ക് 56,000 രൂപയുടെ 12% പലിശ കിട്ടുന്നത് അല്ലേ? എത്ര കിട്ടുമായിരിക്കും? 560 × 12 6,720 എന്ന് കിട്ടി അല്ലേ? നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്ന 2 വർഷത്തെ കൂട്ടുപലിശയാണ് ചോദിച്ചേക്കുന്നത്. 2 വർഷവും കൂടെ ചേർത്ത് കൂട്ടുപലിശ എത്ര കിട്ടും? 6,000 + 6,720 എത്ര കിട്ടും നമുക്ക്? 12,720 എന്ന് കിട്ടും. 12,720 എന്ന് കിട്ടും. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 50,000 രൂപയ്ക്ക് 8% പലിശ നിരക്കിൽ 2 വർഷത്തെ കൂട്ടുപലിശ എന്ത്? ആദ്യം നമ്മൾ 50,000 രൂപ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തു അല്ലേ? 50,000 രൂപ. ആദ്യ വർഷം നമുക്ക് 8% പലിശ നിരക്കിലാണ് കിട്ടുന്നത് പലിശ. 8% പലിശ നിരക്കാകുമ്പം ഒന്നാമത്തെ വർഷം നമുക്ക് 4,000 രൂപ കിട്ടി. ഒന്നാമത്തെ വർഷം എത്ര രൂപ കിട്ടി? 4,000 രൂപ ഒന്നാമത്തെ വർഷം കിട്ടി. ഇനി രണ്ടാമത്തെ വർഷത്തെ നമ്മുടെ മുടക്കുമുതൽ എന്ന് പറയുന്നത് ഈ 4,000 രൂപയും കൂടെ നമ്മുടെ മുതലിൽ ചേർത്താണ്. എന്ന് വെച്ചാൽ 50,000-ൻ്റെ കൂടെ എന്തും കൂടെ കൂട്ടും? ഈ പലിശയും കൂടെ കൂട്ടും. 4,000 രൂപ പലിശ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ വർഷത്തെ നമ്മുടെ മുതൽ എന്ന് പറയുന്നത് എത്രയാ? 54,000. ഈ 54,000-ൻ്റെ 8% നമ്മുടെ രണ്ടാമത്തെ വർഷത്തെ പലിശ എന്ന് പറയുന്നത് അല്ലേ? 0 എല്ലാം ക്യാൻസൽ ചെയ്തിട്ട് 540 × 8 540 × 8 എത്ര കിട്ടും? 4 3 8 4 32 2 ശിഷ്ടം 3 8 40 3 43 4,320 എന്ന് കിട്ടും രണ്ടാമത്തെ വർഷത്തെ പലിശ എന്ന് പറയുന്നത്. നമ്മൾ ചോദിച്ചിരിക്കുന്ന 2 വർഷത്തെ കൂട്ടുപലിശയാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് രണ്ടും കൂടെ 4,000 ഒന്നാമത്തെ വർഷത്തെ കിട്ടിയ പലിശയും രണ്ടാമത് കിട്ടിയ വർഷത്തെ പലിശയും കൂടെ എന്ത് ചെയ്യും? നമ്മൾ കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? 2 വർഷത്തെ പലിശ കാണും. എത്ര? 8,320 8,320. ഓക്കെ ആണോ? അപ്പോൾ ഒന്നാമത്തെ മോഡലിലെ എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ 8 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് ഒന്നാമത്തെ മോഡലിൽ നിന്ന്. മനസ്സിലായല്ലോ? ഓക്കെ, രണ്ടാമത്തെ മോഡൽ നോക്കിയേ. മോഡൽ 2 നോക്കിയേ. 40,000 രൂപ 10% പലിശ നിരക്കിൽ 2 വർഷത്തേക്ക് കൂട്ടുപലിശ ക്രമത്തിൽ ഒരു ബാങ്കിൽ നിക്ഷേപിച്ചാൽ 2 വർഷം കഴിഞ്ഞ് ലഭിക്കുന്ന തുക എന്ത്? ഇവിടെ പലിശയല്ല ചോദിച്ചിരിക്കുന്ന. 2 വർഷം കഴിയുമ്പോൾ ആ ബാങ്കിൽ നിന്നും തിരിച്ച് എത്ര രൂപ മൊത്തത്തിൽ കിട്ടുമെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അല്ലേ? ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വായിച്ച് നോക്കിയേ. 40,000 രൂപ 10% പലിശ നിരക്കിൽ 2 വർഷത്തേക്ക് കൂട്ടുപലിശ ക്രമത്തിൽ നിക്ഷേപിച്ചാൽ ഒരു ബാങ്കിൽ നിക്ഷേപിച്ചാൽ 2 വർഷം കഴിഞ്ഞ് ലഭിക്കുന്ന തുക എന്ത്?
ഇത് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു, കഴിഞ്ഞ കണക്കിനകത്ത് കഴിഞ്ഞ മോഡലിനകത്ത് ഡിസ്കസ് ചെയ്ത എന്താ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. 40,000 ഇൻറ്റു ഇതാണ് നമ്മൾ നിക്ഷേപിച്ച തുക, 40,000 ഇൻറ്റു 10% പലിശ നിരക്കിലാണ് നിക്ഷേപിക്കുന്നത് അല്ലേ. 10% ആകുമ്പോൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, എന്താണോ പലിശ നിരക്ക് വരുന്നത് അതിൻ്റെ കൂടെ 100 കൂടെ കൂട്ടുക, 110%, 110 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 2 വർഷത്തേക്കായതുകൊണ്ട് 2 തവണ എന്ത് ചെയ്യുക, ഗുണിക്കുക. ഇത് നമ്മൾ കഴിഞ്ഞ മോഡലിൽ ചെയ്ത കണക്കാണ് അല്ലേ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2 വർഷം കഴിയുമ്പോൾ എത്രയാണോ ബാങ്കിൽ നമ്മൾ നിക്ഷേപിക്കുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്നത്, 2 വർഷം കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് മൊത്തത്തിലുള്ള തുകയായിരിക്കും കിട്ടുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന തുക എന്ന് പറയുന്നത് എന്താ, 2 വർഷം കഴിയുമ്പോൾ ആ ബാങ്കിൽ നിന്ന് മൊത്തത്തിൽ നമുക്ക് ലഭിക്കുന്ന തുകയാണ്, നമ്മൾ ഇടുന്ന കാശ് ഉൾപ്പെടെ നമുക്ക് ലഭിക്കുന്ന തുകയാണ് കിട്ടുന്നത് അല്ലേ. ആ കിട്ടുന്ന തുകയിൽ നിന്നും നമ്മൾ ആദ്യം നമ്മൾ നിക്ഷേപിച്ച തുക കുറച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചത്, പലിശ കഴിഞ്ഞ കണക്ക് വരെ നമ്മൾ കണ്ടുപിടിച്ചത് അല്ലേ. അതേപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന എന്താ, 2 വർഷം കഴിഞ്ഞ് ലഭിക്കുന്ന തുകയാണ് നമുക്ക് കിട്ടുന്നത്. ഇങ്ങനൊരു ക്രിയ ചെയ്താൽ 2 വർഷം കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന തുകയാണ് കിട്ടുന്നത്. അതാണ് നമ്മളുടെ അടുത്ത് ഇവിടെ കാണാൻ ചോദിച്ചിരിക്കുന്നത്. പലിശയല്ല കാണാൻ പറഞ്ഞിരിക്കുന്നത്, എന്താണ്, 2 വർഷം കഴിയുമ്പോൾ എത്ര രൂപ മൊത്തത്തിൽ ലഭിക്കും, ഇതാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ഈ രീതിയാണ്. ഓക്കെ, ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതെല്ലാം ക്യാൻസൽ ചെയ്ത് കളയുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 400 ഇൻറ്റു 11 അല്ലേ. 11 ഇൻറ്റു 11 എത്ര കിട്ടും, 121. 121 ഇൻറ്റു 400 എത്ര കിട്ടും നമുക്ക്, 1 ഇൻറ്റു 4 4, 2 ഇൻറ്റു 4 8, 1 ഇൻറ്റു 4 4, 48,400 എന്ന ആൻസർ കിട്ടും. 48,400 എന്ന ആൻസർ കിട്ടും. ഓക്കെ ആണോ, ഇത്രയും ചെയ്താൽ മതി. ഇനി എന്താ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. 30,000 രൂപ 20% പലിശ നിരക്കിൽ 2 വർഷത്തേക്ക് കൂട്ടുപലിശ ക്രമത്തിൽ ഒരു ബാങ്കിൽ നിക്ഷേപിച്ചാൽ 2 വർഷം കഴിഞ്ഞ് ലഭിക്കുന്ന തുക എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. എന്താ ചെയ്യേണ്ടത്, 30,000 ഇൻറ്റു ഇവിടെ 20% പലിശയാണ് അല്ലേ. പലിശ നിരക്കിൻ്റെ കൂടെ എത്ര കൂട്ടണം, 100 കൂട്ടണം. അപ്പോൾ നമുക്ക് 120 കിട്ടും. 120 ഡിവൈഡ് ബൈ 100. ഇനി എത്ര വർഷത്തേക്കാണ്, 2 വർഷത്തേക്കാണ്. 2 വർഷമാകുമ്പോൾ എത്ര തവണ ഗുണിക്കണം, 2 തവണ ഗുണിക്കണം, ഡിവൈഡ് ബൈ 100 അല്ലേ. 0 ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതിനെല്ലാം ക്യാൻസൽ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്ര കിട്ടും, 300 ഇൻറ്റു 12 അല്ലേ. 12 ഇൻറ്റു 12 എത്ര കിട്ടും നമുക്ക്, 144. അപ്പോൾ 300 ഇൻറ്റു 144 എത്ര കിട്ടും, 3 ഇൻറ്റു 4 12, 12 2 ശിഷ്ടം 1, 3 ഇൻറ്റു 4 12 1 13 3 ശിഷ്ടം 1, 1 ഇൻറ്റു 3 3 പ്ലസ് 1 4, 43,200 എന്ന് കിട്ടും. 43,200 ഓപ്ഷൻ ബി. ഓക്കെ ആണോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 10,000 രൂപ 25% പലിശ നിരക്കിൽ 2 വർഷത്തേക്ക് കൂട്ടുപലിശ ക്രമത്തിൽ ഒരു ബാങ്കിൽ നിക്ഷേപിച്ചാൽ 2 വർഷം കഴിഞ്ഞ് ലഭിക്കുന്ന തുക എന്ത്. ഓക്കെ, എങ്ങനെയാണ് ചെയ്യുന്നത്, 10,000 രൂപ എത്ര ശതമാനം, 25% പലിശ നിരക്കിൻ്റെ കൂടെ എത്ര കൂട്ടണമെന്നാണ് പറഞ്ഞേക്കുന്നത്, 100 കൂട്ടണം അല്ലേ. അങ്ങനെയാണെങ്കിൽ 125 ഡിവൈഡ് ബൈ 100 എത്ര വർഷത്തേക്കാണ്, 2 വർഷത്തേക്ക്. അതുകൊണ്ട് 2 തവണ ഇത് ഗുണിക്കണം, 125 ഡിവൈഡ് ബൈ 100. ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതെല്ലാം ക്യാൻസൽ ചെയ്ത് കളയുക. 0 കളഞ്ഞ് 0യും ഈ 0യും കളഞ്ഞ്. 125 ഇൻറ്റു 125 എത്ര കിട്ടും നമുക്ക്, 15,625 എന്ന് കിട്ടും. 15,625. ഓക്കെ ആണോ, ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 50,000 രൂപ 4% പലിശ നിരക്കിൽ 2 വർഷത്തേക്ക് കൂട്ടുപലിശ ക്രമത്തിൽ ഒരു ബാങ്കിൽ നിക്ഷേപിച്ചാൽ 2 വർഷം കഴിഞ്ഞ് ലഭിക്കുന്ന തുക എന്ത്. എത്ര രൂപയാണ്, 50,000 രൂപ അല്ലേ. 50,000 രൂപ എത്ര ശതമാനം പലിശ നിരക്കിൽ, എത്ര ശതമാനം പലിശ നിരക്കിൽ, 4% പലിശ നിരക്കിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, 100 കൂട്ടണം അല്ലേ. അപ്പോൾ 104 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 2 വർഷത്തേക്കാണ്. അതുകൊണ്ട് 2 തവണ എഴുതി ഗുണിക്കണം. 104 ഡിവൈഡ് ബൈ 100 ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതിന് ക്യാൻസൽ ചെയ്ത് കളയുക. ബാക്കി എത്ര കിട്ടും, 5 ഇൻറ്റു 104 ഇൻറ്റു 104 എത്ര കിട്ടും, ആൻസർ 54,080 എന്ന ആൻസർ കിട്ടും. 54,080 എന്ന ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ എന്താണ് സാധാരണ പലിശ എന്താണെന്ന് മനസ്സിലായി, കൂട്ടുപലിശ എന്താണെന്ന് മനസ്സിലായി അല്ലേ. കൂട്ടുപലിശ രീതിയിൽ പലിശ കാണുന്നതും 2 വർഷം അല്ലെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാണോ കിട്ടുന്ന ആ തുക കാണുന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചു അല്ലേ. നല്ല വൃത്തിയായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇതിൻ്റെ ബാക്കി മോഡൽസുമായിട്ട് നമ്മൾ വരുന്നവരെ ബൈ.